Hello. Uh, I have a fever, so that's why I'm uploading this video to you. Okay, so അപ്പോൾ ഇന്നേക്ക് നമുക്ക് ഉള്ളത് ലാറ്റിസ് എൻതാൽപ്പിയാണ്. സോ ലാറ്റിസ് എൻതാൽപ്പി എന്ന് ചൊല്ലപ്പെട്ടത് ஸோ நம்ம வந்து இதுக்கு மீன்ஸ் தொட்டு முன்னாடி நம்ம டிஃப்ரெண்ட் டைப் ஆஃப் ரியாக்ஷன் என்தால்பிஸ் ஆகும் நம்ம மீன்ஸ் பார்த்துட்டு இருந்தோம். ஓகே, which includes enthalpy of atomization, enthalpy of combustion, bond enthalpy, bond dissociation enthalpy. ഇതെല്ലാം നമ്മൾ பார்த்துட்டு. So now it is lattice enthalpy. Okay, lattice enthalpy means very important. So first you have to understand what is a lattice. Okay, so lattice means just imagine a cube. ഒരു ക്യൂബ് ഇമാജിൻ ചെയ്യണം. സോ ഇതേമാതിരി പിന്നെ ഒരു മീൻസ് ക്യൂബ് ഒന്ന് ഇമാജിൻ ചെയ്യണം. അല്ല ഇത് വന്ന് Na പ്ലസ്, ഇത് വന്ന് പിന്നെ Cl മൈനസ് എന്ന് ജസ്റ്റ് ഒന്ന് മീൻസ് ഇമാജിൻ ചെയ്താൽ പോരും. നേരെ ഓപ്പോസിറ്റ് ആനാലും മീൻസ് പ്രശ്നമൊന്നുമില്ല. ഇത് ഇപ്പോൾ Na പ്ലസും ഇത് Cl മൈനസും ആനാലും നോ ഇഷ്യൂസ്. ഓക്കെ, സോ ഇത് ഏറ്റവും മേലുള്ള ഒരു സ്ക്വയർ അത് ഒരു മീൻസ് ലാറ്റിസ് പ്ലെയിൻ ആക്കും. ഇത് അടുത്തൊരു ലാറ്റിസ് പ്ലെയിൻ ആക്കും. ഇത് അടുത്തൊരു ലാറ്റിസ് പ്ലെയിൻ ആക്കും. താഴത്തെ ഒരു സ്ക്വയർ. ഓക്കെ, സോ ഇതാക്കും ഒരു ലാറ്റിസ് എന്ന് ചൊല്ലപ്പെട്ടത്. സോ இந்த ലാറ്റിസിൽ இந்த Na പ്ലസും Cl മൈനസും എല്ലാം വന്ന് ജോയിൻ ചെയ്തിരിക്കുമ്പം ഇത് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരും. அந்த അട്രാക്റ്റീവ് ഫോഴ്സ് ആക്കും ഇത് ബൈൻഡ് ചെയ്ത് നിർത്തപ്പെട്ടത്. ഓക്കെ, സോ இந்த attractive force means break ചെയ്യണമെന്നാൽ we have to give very large amount of means energy. So the amount of energy required to remove the particles from its lattice. So in the means points ലെന്ത് in the particles remove ചേർത്തിക്ക് എത്രത്തോളം എനർജി നമ്മൾ അപ്ലൈ ചെയ്യണമോ that energy is called lattice enthalpy. Okay, ஸோ അപ്പോൾ അതാക്കും ലാറ്റിസ് എൻതാൽപ്പി. ஸோ അപ്പോൾ ഇங்கே வந்து ഒരു എക്സാമ്പിൾ ഉണ്ട്. Na പ്ലസും Na പ്ലസ് Cl മൈനസ്, ദാറ്റ് ഈസ് NaCl solid is when we dissociate it forms Na plus gas and Cl minus gas. ஸோ സോളിഡ് നമ്മൾ வந்து ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അത് ഗ്യാസാக മാറും. സോ ഇത് வந்து നമുക്ക് ആദ്യം பார்க்குമ്പോൾ നമുക്ക് ചിലപ്പം கொஞ்சம் വ്യത്യാസமாக നമുക്ക് തോന്നല. ബട്ട് so to remove one Na plus and one Cl minus from the solid NaCl, we have to give some amount of energy. That energy is called lattice enthalpy. And for the calculation of lattice enthalpy, we have this method. This method is called Born-Haber cycle. Okay, so inge on the lattice enthalpy odu energy എത്രയാക്കുന്നത് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്ലസ് മീൻസ് ഇറ്റ് ഈസ് മീൻസ് എൻഡോതെർമിക്. നമ്മൾ അന്ത സൈഡ് அந்த എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം. ഓക്കെ, 788 കിലോ ജൂൾ ആകും. അപ്പോൾ ഇത് എപ്പിടിയാക്കും നമ്മൾ എക്സ്പെരിമെൻ്റലാണ് എപ്പിടി കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാക്കും ഇത്. ഓക്കെ, ഇത് നമ്മൾ മീൻസ് പ്രാക്ടിക്കലി നമ്മൾ ചേർത്തിക്ക് ரொம்ப സിമ്പിളാക്കും. கொஞ்சம் സോളിഡ് NaCl എടുത്ത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ പോരും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സോളിഡ് NaCl എടുത്ത് മീൻസ് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ അത് എന്നാവും Na പ്ലസും Cl മൈനസും മാറും. പക്ഷേ അത് വന്ന് Na പ്ലസ് ഗ്യാസും Cl മൈനസ് ഗ്യാസും ആക്കണം. ദാറ്റ് ഈസ് കോൾഡ് ലാറ്റിസ് എൻതാൽപ്പി. സോ ഇൻ means actual sense we can do this process easily by dissolving this solid NaCl in some amount of water. Okay, but அந்த സമയത്തിൽ എത്ര amount of energy നമുക്ക് സപ്ലൈ ചെയ്യേണ്ടി വരും to remove the component ions from its lattice. We have to give some amount of energy. That is called lattice enthalpy. And ഇത് വന്ന് this is called means Born-Haber cycle. This explains how to determine the amount of lattice enthalpy means experimentally. Okay, so experimentally this process is of 5 steps. So ആദ്യത്തെ സ്റ്റെപ്പ് ഇതാക്കും സോളിഡ് NaCl എന്നാവണം gaseous NaCl ആവണം. So that we have to give sublimation energy. So this is enthalpy of sublimation, that is about 108.4 kilojoule per mole. Then രണ്ടാമത്തെ സ്റ്റെപ്പ് ഗ്യാഷ്യസ് NaCl പിന്നെ സോഡിയം വന്ന് Na പ്ലസ് മീൻസ് അയോണ മാറണം. സോ
ഇത് വന്ന് ആറ്റം ആക്കും സോഡിയം, ഇത് സോഡിയം അയോൺ ആക്കും. When we change atom to ion, we have to remove an electron, then that is called ionization enthalpy. So the amount of energy required to remove an electron is called ionization enthalpy. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പിന്നെ സോഡിയം എന്നവ മാറും, അയോണ മാറും. സോ വി ഹാവ് ionization enthalpy. It is about 495.6, that is approximately 496 kilojoule per mole. Then അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ ഉള്ളത് എന്നാക്കും, പിന്നെ Cl2. ഇപ്പോൾ നമുക്ക് എന്നെ കിടച്ചാച്ച് Na+ കിടച്ചാച്ച്, ഇനി അടുത്തത് Cl വേണം, പിന്നെ Cl- ആവണം. സോ പക്ഷേ നമ്മളുടെ ഉള്ളത് എന്നാക്കും, നമ്മളുടെ ഉള്ളത് Cl2 ആക്കും. സോ വി ഹാവ് ടു break Cl2 to Cl. So in the means bonding break ചെയ്യണം. So that we have bond dissociation enthalpy. Bond dissociation enthalpy is about 121 kilojoule per mole. So we have Na+ gas and chlorine gas, but we need Cl-. So we have to change Cl into Cl-. So Cl- ആക്കുന്നതിന് നാലാമത്തെ സ്റ്റെപ്പ് we have to add an electron. So we have to add an electron to chlorine gas. So it will means become Cl- ion, so chloride ion. So ഒരു electron it has to gain. So chlorine atom has to gain one electron, then it will release an amount of energy called electron gain enthalpy. Electron gain ചെയ്യുമ്പോൾ ഇങ്ങനെ ക്ലോറിൻ സ്റ്റേബിൾ ആവും. ക്ലോറിനോട് വാലൻസ് കോൺഫിഗറേഷൻ we know it is 287. So when it accepts an electron, അത് എന്നായിട്ട് മാറും, 288 ആയിട്ട് മാറും. So that is very stable. Okay, so when chlorine atom gains an electron, it will become Cl- and it will be stable. So since it is stable, it will release energy. So that is called delta H0 Eg. Eg means electron gain enthalpy, that is minus 348.6 kilojoule per mole. Then അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ്, Na+ Cl- സെപ്പറേറ്റ് ആയച്ച്. സോ we had solid NaCl here. So here we have separated Na+ and Cl- into two different parts. So this is a cyclic process called Born-Haber cycle. ഇനി നേരെ തിരുപ്പി ഉണ്ടാവില്ല. ഇപ്പോൾ ரொம்ப സിമ്പിളാക്കും, இந்த Na+ഉം Cl- കമ്പൈൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഫോം NaCl സോളിഡ്. മനസ്സിലാച്ചേ? സോ അപ്പോൾ അതാക്കും ലാറ്റിസ് എൻതാൽപ്പി. സോ ലാറ്റിസ് എൻതാൽപ്പി മീൻസ് ഒരു സോളിഡിലേന്ത് അതോട് കോൺസ്റ്റുവൻറ്റ് അയോൺസ് സെപ്പറേറ്റ് ചേർത്തിക്ക് നമ്മൾ സപ്ലൈ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി ആകും ലാറ്റിസ് എൻതാൽപ്പി. ഇഫ് വി അപ്ലൈ ദ സെയിം amount of lattice enthalpy in the reverse direction, if we apply the same amount of lattice enthalpy in the reverse direction, and the constituent particles லேருந்து திரும்பி வீண்டும் அந்த சாலிட் ഉണ്ടാവും. அதாவது NaCl സോളിഡിലേருந்து Na+ഉം Cl- സെപ്പറേറ്റ് ചേർത്തും നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി വേണം. അതേസമയം Na+ഉം Cl- ജോയിൻ ചെയ്ത് സോളിഡ് NaCl ആകുമ്പോൾ അത് ലാറ്റിസ് എൻതാൽപ്പി റിലീസ് ചെയ്യും. ചൊല്ലറ് മനസ്സിലാവുന്നത് എന്നോ? Okay, so that is called lattice enthalpy, and the experimental way to calculate lattice enthalpy is called Born-Haber cycle. Okay, ini means idhe mari we have another term called enthalpy of solution. Vera onnilla, romba simple akum. We have a compound, say AB. Adu vandu when we add into water, adu A+ ഉം B- ഉം മാറും. അത് രണ്ട് സ്റ്റെപ്പിലാക്കും അത് മാറപ്പെട്ടത്. ആദ്യം അത് ലാറ്റിസ് എൻതാൽപ്പി റിലീസ് ചെയ്ത് A+ഉം B- ഗ്യാസുമായിട്ട് മാറും. എന്നിട്ട് അത് വെള്ളത്തോട് പ്രസൻസിൽ അതൊക്കെ എന്നെ നടക്കും, ഹൈഡ്രേഷൻ നടക്കും. ഹൈഡ്രേഷൻ നടന്നിട്ടാക്കും അത് A+ അക്വേസും B- അക്വേസുമായി മാറപ്പെട്ടത്. സോ ദിസ് ഈസ് കോൾഡ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഹൈഡ്രേഷൻ എൻതാൽപ്പി തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ ഇഫ് യു ഹാവ് A and B and we are means putting A and B into means water. So what happens is that water will actually circle around this A and B. So ഇപ്പടി വെള്ളം ഇതൊക്കെ ചുറ്റും അത് സർക്കിൾ ചെയ്യുമ്പോൾ എന്നാവുമെന്ന് കേട്ടാൽ ഇത് സ്റ്റെബിലൈസ്ഡ് ആവും. ഇൻ ദ എയും ബിയും സ്റ്റെബിലൈസ്ഡ് ആവും. അപ്പോൾ സ്റ്റേബിൾ ആകുമ്പോൾ എന്നാലും എനർജി റിലീസ് ചെയ്യും. ദാറ്റ് എനർജി ഈസ് കോൾഡ് എന്നാകും ഹൈഡ്രേഷൻ എൻതാൽപ്പി. സോ ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് when a means compound is dissolved in aqueous solution, or if it is dissolved in water, then it is called hydration enthalpy.
ഓക്കെ. സോ 2 ടൈപ്പ് എൻതാൽപ്പീസ് ആക്കും നമുക്ക് എക്സ്പെരിമെൻ്റല മീൻസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. ഒന്ന് വന്ന് ലാറ്റിസ് എൻതാൽപ്പിയും വേറൊന്ന് പിന്നെ ഹൈഡ്രേഷൻ എൻതാൽപ്പിയും. ലാറ്റിസ് എൻതാൽപ്പി എന്ന് ചൊല്ലുമ്പോൾ ഒരു സോളിഡ്, ഓക്കെ, அதோடு കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസാ മാറ്ററത്തുക്ക് നമുക്ക് அந்த സൈഡ് എനർജി സപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഓൾസോ ലാറ്റിസ് എൻതാൽപ്പി. അതേപോലെ இந்த കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്ത് തിരുപ്പി വീണ്ടും அந்த പിന്നെ സോളിഡ് ഫോം ചെയ്താൽ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് എനർജി കൊടുത്താക്കുമ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്തത് അത്ര എമൗണ്ട് ഓഫ് എനർജി അത് ലിബറേറ്റ് ചെയ്തിട്ട് അത് വീണ്ടും അത് റീജോയിൻ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ലാറ്റിസ് എൻതാൽപ്പി. അതേമാതിരി ഒരു സോളിഡ് സബ്സ്റ്റൻസ്, അയോണിക് സബ്സ്റ്റൻസ് നമ്മൾ வந்து വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ அந்த പാർട്ടിക്കിൾസുക്ക് ചുറ്റും മീൻസ് വാട്ടർ മോളിക്യൂൾസ് വന്ന് മീൻസ് അറേഞ്ച് ചെയ്ത് ഇത് സ്റ്റേബിൾ ആക്കും. இந்த സോളിഡ് പാർട്ടിക്കിൾസ് സ്റ്റേബിൾ ആക്കും. അപ്പോൾ സ്റ്റേബിൾ ആക്കുമ്പോൾ അത് എനർജി റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഓക്കെ.